ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. അത് ഇസ്മിന്റെ 4 ഗുണവിശേഷങ്ങളിൽ വരുന്ന കാര്യമല്ല. ആദ്യത്തെ ഗുണവിശേഷമായ സ്റ്റാറ്റസിന്റെ ഉപവിശേഷമായിട്ട് വരുന്ന ഒരു വിഷയമാണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വാക്ക്, അതായത് നമ്മൾ പഠിച്ച ചാർട്ട് പ്രകാരം ഏകവചനത്തിൽ മാത്രമേ ഫ്ലെക്സിബിലിറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റിയിൽ ഏകവചനത്തിൽ നോക്കുമ്പോൾ ഏകവചനത്തിന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് റഫയില് മുസ്ലിമുന്നാണ്, നസബില് മുസ്ലിമന്നാണ്, ജറില് മുസ്ലിമിന്നാണ്. ആ ഒരു രീതിയിൽ 3 രീതിയിലും സ്റ്റാറ്റസ് പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഫ്ലെക്സിബിളായ ഒരു വാക്കാണ്. അതായത് എല്ലാ രീതിയിലും വഴങ്ങുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റിയിൽ 3 ടൈപ്പ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒന്ന് പൂർണ്ണമായി ഫ്ലെക്സിബിൾ ആയവ, ഒന്ന് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആയവ, 2, 3 ഫ്ലെക്സിബിളേ അല്ലാത്തവ. അപ്പൊ 3 കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നോർമലായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ വാക്കുകൾ എപ്പോഴും പൂർണ്ണമായും ഫ്ലെക്സിബിളായ വാക്കുകളാണ്. അതിന് പുറമെ ഫ്ലെക്സിബിൾ അല്ലാത്ത വാക്കുകൾ എന്ന് പറയുമ്പോൾ ആ റഫ, നസബ്, ജറ് എന്നീ സ്റ്റാറ്റസുകളിലൊക്കെ ഒരുപോലെ കാണപ്പെടുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ നോക്കാം. മൂസ എന്നുള്ള വാക്ക് മൂസ എന്ന് തന്നെ ആയിരിക്കും റഫയിലും നസബിലും ജറിലും. 3 സ്റ്റാറ്റസുകൾക്കും ഒറ്റ അവസാനമാണുള്ളത്. അത് മാത്രമല്ല, ഈ ഫ്ലെക്സിബിൾ അല്ലാത്ത വാക്കുകൾ അവസാനിക്കപ്പെടുന്നത് അലിഫ് മക്സൂറ അഥവാ യാ എന്നുള്ള അക്ഷരത്തിലോ അലിഫ് എന്ന അക്ഷരത്തിലോ ആയിരിക്കും അവസാനിക്കപ്പെടുക പൊതുവെ. ഈ ഉദാഹരണം ഇവിടെ കാണിക്കുന്നുണ്ട്. മൂസ എന്നുള്ള വാക്കിന്റെ അവസാനം അലിഫ് മക്സൂറയാണ്, ഹുദൻ എന്നുള്ള വാക്കിന്റെ അവസാനം അലിഫാണ്, സക്കരിയ എന്നുള്ള വാക്കിന്റെ അവസാനം അലിഫാണ്. അപ്പൊ അതിന്റെ റഫ, നസബ്, ജർ എപ്പോഴും ഒരുപോലെ കിടക്കും എന്നുള്ളതാണ്. അതിന് പുറമെ ഇസ്മുൽ ഇഷാറ, അസ്മാഉൽ ഇഷാറ എന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വാക്കുകളുണ്ട്. പോയിന്റർ എന്നാണ് അതിന് നമ്മൾ പേരിട്ട് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഹാദ, ഹാദിഹി, ഹഉലൈ, അതുപോലെ ദാലിക, തിൽക, ഉലൈക എന്നുള്ള ഈ വാക്കുകൾ അസ്മാഉൽ ഇഷാറ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതും ഫ്ലെക്സിബിൾ അല്ലാത്ത വാക്കുകളാണ്. റഫ, നസബ്, ജർ ആയാലും എല്ലാ സ്റ്റാറ്റസിലും ഒരുപോലെ കാണിക്കുന്ന വാക്കുകളാണ്. അതിനുശേഷം ഇസ്ം, അസ്മാഉൽ മൗസൂൽ ഉണ്ട്. അല്ലദി, അല്ലത്തി, മാ, അല്ലദീന, അല്ലാഇ, അല്ലവാത്തി, അല്ലത്തി, മിൻ എന്നീ വാക്കുകളൊക്കെ ഫ്ലെക്സിബിൾ അല്ലാത്ത വാക്കുകളാണ്. ഇപ്പൊ ഈ പൂർണ്ണമായി ഫ്ലെക്സിബിൾ ആയ വാക്കുകൾ 3 സ്റ്റാറ്റസിലും 3 സമാനമില്ലാത്ത അവസാനങ്ങളാണ് കാണിക്കുന്നത്. ഫ്ലെക്സിബിൾ അല്ലാത്ത വാക്കുകൾ ഒരു അവസാനത്തിലായിരിക്കും എല്ലാ സ്റ്റാറ്റസും കാണിക്കുക. നമുക്ക് സ്റ്റാറ്റസ് നിർണ്ണയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ പാർട്ട്ലി ഫ്ലെക്സിബിളായ വാക്കുകളുണ്ട്. പാർട്ട്ലി ഫ്ലെക്സിബിളായ വാക്കുകൾ എന്ന് പറയുമ്പം അതിൻ്റെ സ്റ്റാറ്റസ് 2 രീതിയിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ഒന്ന് ലമ്മായും അവസാനിക്കുന്ന വാക്കുകളും, രണ്ടാമത് ഫത്ഹായിട്ട് അവസാനിക്കുന്ന വാക്കുകളുമായിരിക്കും. ഇത് ഹെവി ആയിട്ടുള്ള വാക്കായിരിക്കൂല, അധികവും ലൈറ്റ് ആയിട്ടുള്ള വാക്കുകളായിട്ടാണ് നമുക്ക് തോന്നുക. അതായത് തൻവീനിൽ അവസാനിക്കുന്ന വാക്കുകളായിരിക്കൂല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. റഫായ സ്റ്റാറ്റസിൽ ലമ്മ കാണിക്കും. നസബിന്റെയും ജറിന്റെയും സ്റ്റാറ്റസിൽ ഫത്ഹയാണ് വെച്ച് അവസാനിപ്പിക്കുക. പാർട്ട്ലി ഫ്ലെക്സിബിളായ അവസാനങ്ങളുടെ ഉദാഹരണം എന്ന് പറയുന്നത്, ഈ ഉദാഹരണം നോക്കുക. യൂസുഫു എന്നുള്ളത് റഫയിലാണ്, യൂസുഫ, യൂസുഫ എന്നുള്ളത് നസബിലും ജറിലും ഒരുപോലെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് 3 സ്റ്റാറ്റസുകൾക്ക് 2 അവസാനങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ എന്നതാണ് ഈ വാക്കുകളുടെ പ്രാധാന്യം. ഇനി അങ്ങനെ പാർട്ട്ലി ഫ്ലെക്സിബിളായ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഫ്ലെക്സിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അത് 2 മെത്തേഡുകളുണ്ട്. ഒന്ന് അതിൻ്റെ കൂടെ അല്ല് ചേർത്ത് കൊടുക്കുക, മറ്റൊന്ന് അതിനെ മുലാഫ് ആക്കിക്കൊണ്ട് അതിനെ പൂർണ്ണമായും ഫ്ലെക്സിബിൾ ആക്കാം എന്നുള്ളതാണ്. ഈ കാര്യം മുലാഫ് എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. പാർട്ട്ലി ഫ്ലെക്സിബിൾ ആയ വാക്കുകളെ നമുക്ക് പൊതുവെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അടയാളങ്ങളൊന്നുമില്ല. കൂടുതൽ പദങ്ങളുമായിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മൾ അതിനെ പഠിച്ച് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ പരിചയപ്പെടാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതായത് അറബികളല്ലാത്തവരുടെ പേരുകൾ. ഇപ്പൊ ഖുർആനിൽ ശുഐബുൻ, സാലിഹുൻ, ഹൂദുൻ, മുഹമ്മദുൻ എന്നീ 4 പ്രവാചകന്മാരുടെ പേരുകളാണ് അറബികളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ അറബികളായ 4 പ്രവാചകന്മാരുടെ പേരും പൂർണ്ണമായിട്ടും ഫ്ലെക്സിബിൾ ആണ്.
അതായത് അവർ അറബികളായതുകൊണ്ട്. ഇനി അറബികളല്ലാത്തവരുടെ പേര് നോക്കാം നമുക്ക്. യൂസുഫ് നബി, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, മറിയം ബീവി എന്നീ നാമങ്ങളൊക്കെ പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഊ ആ എന്നുള്ള ഇതിൽ മാത്രം അവസാനിക്കുന്ന വാക്കുകളാണ് ഈ കാണുന്നവ. അതിനു പുറമെ അറബികളല്ലാത്തവരുടെ പേരില് 3 അക്ഷരങ്ങളും അതിൻ്റെ നടുക്ക് സുക്കൂനും വരുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ, അതായത് അറബികളല്ലാത്ത 3 അക്ഷരമുള്ള സുക്കൂൻ നടുക്കുള്ള പേരുകൾ പൂർണ്ണമായും ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ അറബികളല്ലാത്ത കാറ്റഗറിയിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതാണ് ഈ പറഞ്ഞത്. ലൂത്ത്, നോഹ് എന്നീ പേരുകൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ ഫെമിനിൻ നാമങ്ങൾ, അതായത് സ്ത്രീകളുടെ നാമങ്ങൾ പൊതുവെ പാർട്ട്ലി ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ പുറമെ മാസ്കുലിനായ നാമങ്ങളും പെടാറുണ്ട്. അത് എല്ലാ നാമങ്ങളും ഇല്ല, ചില നാമങ്ങൾ മാത്രം പെടും. ഇപ്പൊ ആയിഷ, ഖദീജ, സൈനബ്, ഈമാൻ എന്നീ ഇതൊക്കെ സ്ത്രീകളുടെ പേരാണ്. അവരൊക്കെ പാർട്ട്ലി ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇവിടെ ഈ ബോക്സിൽ കാണുന്നത്. അതിനുശേഷം വരുന്ന ആണുങ്ങളുടെ പേരാണ് ഹംസ, ആവിയ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകളൊക്കെ പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്. വളരെ അപൂർവം പേരുകളെ ഉണ്ടാവും. അതിന് പുറമെ മൂന്നാമതായിട്ട് സ്ഥലങ്ങളുടെ ശരിയായ പേര്. ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ശരിയായ പേരെന്ന് പറയുന്നത് ഇപ്പം മക്ക, യസ്രിബ് എന്നൊക്കെ പറയുന്നത് മദീനയുടെ ആദ്യത്തെ ശരിയായ പേരായിരുന്നു. അപ്പം അങ്ങനെയുള്ള പേരുകളൊക്കെ പാർട്ട്ലി ഫ്ലെക്സിബിൾ ആയിരിക്കും. ജഹന്നം, ഇപ്പം ജഹന്നം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ വ്യക്തമായ പേരാണ്. അപ്പം ആ ജഹന്നമോ ജഹന്നമ എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് പുറമെ ഇപ്പോൾ സ്ഥലങ്ങളുടെ പേരിൽ തന്നെ അല്ല് വെച്ച് കൂടെ വരുന്ന പേരുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള പേരുകളും ഫുള്ളി ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ല് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വാക്കിനെ നമുക്ക് ഫുള്ളി ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അൽ ഇറാഖു, അൽ ഇറാഖ, അൽ ഇറാഖി, അൽ ഹിന്ദു, അൽ ഹിന്ദ, അൽ ഹിന്ദി എന്നായി മാറുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ 3 അക്ഷരവും നടുക്ക് സുക്കൂനുള്ള സ്ഥലത്തിൻ്റെ പേരും ഈ പൂർണ്ണമായും ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫ്ലെക്സിബിലിറ്റിയിൽ പറയാനുള്ളത്. അതായത് ഏകവചനത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ ബാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ ഹകീം വനഫഅനി വഇയ്യാക്കും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.